സാമ്പത്തിക പ്രയാസങ്ങൾ അഭിമുഖീകരിക്കാത്തവർ വിരളമാണ്. കരുതലോടെ ജീവിച്ചാലും ചില ഘട്ടങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് കരകയറാനും അകാരണമായി കടത്തിൽ അകപ്പെടാതെ ഇരിക്കാനും ലക്ഷ്മി ദേവിയെ ഭജിക്കണം. സർവ്വ ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി ദേവി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മി ആദിപരാശക്തിയുടെ അവതാരമാണ്. ഭവനത്തിൽ ലക്ഷ്മി കടാക്ഷമുണ്ടെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സിദ്ധിക്കും എന്നാണ് വിശ്വാസം. വെള്ളിയാഴ്ച ദിനങ്ങൾ ലക്ഷ്മി പ്രീതികരമാണ്. വ്രതാനുഷ്ഠാനത്തോടെയുള്ള ഭജനമാണെങ്കിൽ അതിവിശിഷ്ടവുമാണ്. മലയാള മാസത്തിൽ ആദ്യം വരുന്ന 30 വെള്ളിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് ദേവിയെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമാണ്. എല്ലാ വെള്ളിയാഴ്ചയും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച എന്ന രീതിയിൽ വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. മഹാലക്ഷ്മി പ്രീതികരമായ വ്രതാനുഷ്ഠാനമായതിനാൽ പൂർണ്ണ ഉപവാസം പാടില്ല എന്നു കരുതി അമിത ഭക്ഷണം ആവുകയുമരുത്. കഴിവതും ഭവനത്തിൽ തന്നെ പാകം ചെയ്ത സാത്വിക ഭക്ഷണമാണ് ഉത്തമം. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് മറ്റ് 2 നേരങ്ങളിൽ മറ്റ് ധാന്യഭക്ഷണങ്ങളോ പഴങ്ങളോ ആവാം. ദിനം മുഴുവൻ മഹാലക്ഷ്മി സ്മരണയിൽ കഴിയുന്നത് അത്യുത്തമവുമാണ്. സാധിക്കുമെങ്കിൽ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ലക്ഷ്മി പ്രീതികരമായ വെളുത്ത വസ്ത്രങ്ങൾ, വെള്ളി ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നത് ഉത്തമം. വ്രതദിനത്തിൽ പ്രഭാത സ്നാനശേഷം നിലവിളക്ക് കൊളുത്തി ഓം ശ്രീയൈ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം, കനകധാരാ സ്തോത്രം എന്നിവ പാരായണം ചെയ്യുക.